ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ദോശയുടെയും ഇഡ്ഡലിയുടെയും കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ബീട്രൂട്ട് ചമ്മന്തിൻ്റെ റെസിപ്പി കണ്ടാലോ. അപ്പോൾ ഇത് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ എല്ലാത്തിനും. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ഒരു കപ്പ് തേങ്ങ ചിരവിയതെടുക്കാം. അതിലേക്ക് ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട്, എരിവിനനുസരിച്ച് ഇടാം കേട്ടോ. പിന്നെ ബീട്രൂട്ട് കട്ട് ചെയ്യുമ്പോൾ വീഡിയോ എടുക്കാൻ മറന്നു പോയതാണ്. കട്ട് ചെയ്ത് വേവിച്ച ബീട്രൂട്ടാണ് കേട്ടോ. അതൊന്ന് നമുക്ക് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കാം. ഇതിൽ ഉപ്പിടണം കേട്ടോ. ഉപ്പിടണമെന്ന് പറയാൻ മറന്നുപോയേ. അപ്പോൾ ഉപ്പെല്ലാം ഇട്ട് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ നിന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ഈ സമയത്ത് ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. പിന്നെ ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഒരു അലങ്കാര പണിക്ക് ഇങ്ങനെ കഴിക്കണമെങ്കിൽ കഴിക്കാം. ഒരു അലങ്കാര പണിക്ക് വേണമെങ്കിൽ കുറച്ച് കടുക് പൊട്ടിച്ച് ഒഴിക്കാം. അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് താളിച്ചിട്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റുള്ള സാധനമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കടുക് വറുത്തിട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എണ്ണൻ്റെ കൂടി ടേസ്റ്റ് ആകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കടുക് വറുത്ത് ചേർത്തത് കേട്ടോ. വെളിച്ചെണ്ണയിൽ കടുക് വറുത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഓയിലാണ് കടുക് വറുത്തത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഓക്കെ, ബൈ.